ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കല്യാണ വീട്ടിൽ വരുന്ന വഴിക്ക് വെച്ച് കയറി. ആ വീട്ടുകാരൻ്റെ പിതാവിനോട് പറഞ്ഞു, ഞാൻ ചിലപ്പോൾ എൻ്റെ ആയുസ് കുറച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ആയുസ് കിട്ടണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല എന്നും കൂടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്നേഹം ഞാനൊരു പണക്കാരനായതിൻ്റെ പേരിലുള്ള സ്നേഹമല്ല. അദ്ദേഹത്തിൻ്റെ സ്നേഹം ഞാനൊരു മന്ത്രിയോ MLA യോ MP യോ ആയതിൻ്റെ പേരിലുള്ള സ്നേഹമല്ല. എന്നോട് അദ്ദേഹം സ്നേഹം കാണിച്ചുവെങ്കിൽ ഞാൻ ഒരുപക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ലവനായിക്കൊള്ളണം എന്നില്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും നന്നാക്കി തരട്ടെ. പക്ഷെ അദ്ദേഹം സ്നേഹിച്ചത് ഞാൻ അള്ളാഹുവിൻ്റെ ദീൻ പറയുന്നു എന്ന നിലക്കാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ദീനിന്റെ പേരിലുള്ള സ്നേഹമാണ്. ദീനിന്റെ പേരിലുള്ള സ്നേഹം, അതാണ് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം. റജുലാനി തഹബ്ബാ ഫില്ലാഹ്. അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ വേണ്ടി ആവശ്യമായതെല്ലാം നേടിയെടുക്കുന്നവരാണ് മുതഅല്ലിമീങ്ങൾ. ആ മുതഅല്ലിമീങ്ങളുടെ പൊരുത്തം ലഭിക്കാൻ മലക്കുകൾ അവർക്ക് ചിറക് വിരിച്ചു കൊടുക്കുമെന്ന് ഹദീസിലുണ്ട്. ദീനിന് വേണ്ടിയുള്ള സ്നേഹമാണ്. അവർ ഇൽമു പഠിക്കുന്നു എന്നതാണ് ആ സ്നേഹത്തിന് കാരണം. ആലിമീങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകളും എല്ലാ ജീവികളും ഹത്തൽ ഹൂതി മഅനം ലിൽ ഫലാ, കടലിലുള്ള മത്സ്യങ്ങൾ മുതൽ ഭൂമുഖത്തുകൂടി എഴഞ്ഞു പോകുന്ന ഉറുമ്പുകൾ വരെ കുല്ലുയുസല്ലി, മുഴുവനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഹദീസിലുണ്ട്. അവകളെല്ലാം സ്നേഹിക്കുന്നത് ജനങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്ന, ദർസ് നടത്തുന്ന, ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ആലിമീങ്ങളെ സ്നേഹിക്കുന്നു. ആ ഒരു സ്നേഹം ഒരാളുടെ ഹൃദയത്തിലുണ്ടാകുമ്പോൾ അല്ലാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്. ഒരു വ്യക്തി, അദ്ദേഹം പണക്കാരനാണ്, പക്ഷെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കും. ഞാനിവിടെ വന്നപ്പോ ഇവിടെ പുനർനിർമ്മാണം നടക്കുന്ന അല്ലെങ്കിൽ വികസിപ്പിക്കുന്ന പള്ളിയെ സംബന്ധിച്ച് പറയുമ്പോൾ സിദ്ദീഖ് ഹാജി എടുത്തു തന്നതായിരുന്നു എന്ന് എന്നോടാരോ പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുഅ്മിനീങ്ങളായ പണക്കാർ, അവരെ അതിൻ്റെ പേരിൽ സ്നേഹിക്കുന്നു. അത് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്. ആലിമീങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഉമറാക്കൾ, ആലിമീങ്ങൾക്ക് ഹക്ക് ഹക്കായി പറയാനും അത് പ്രചരിപ്പിക്കാനും സാധിക്കണം. അതിന് ഞങ്ങളെ പിന്തുണയുണ്ട് എന്ന നിലക്ക് 100% പിന്തുണക്കുന്ന ഉമറാക്കളുണ്ട്, പണക്കാരുണ്ട്. അവർ അള്ളാഹുവിന് വേണ്ടി സ്നേഹം പങ്കിടുന്നവരാണ്. അതേപോലെ നല്ല തഖ്വയോടുകൂടെ ജീവിക്കുന്നൊരു വ്യക്തി അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ സ്നേഹിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി വെൺമേനാട് പള്ളിയിലേക്ക് വന്നു. പള്ളി മൈതാനിയിൽ ഒരു ഖബർ കുഴിക്കുന്നുണ്ട്. ആർക്കാണ് ഖബർ കുഴിക്കുന്നത്? ഹൈദറൂസിന് വേണ്ടിയാണ്. ഹൈദറൂസ് പാമ്പ് കടിച്ച് മരിച്ചുപോയി. ഉമർ ഖാദി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഹൈദറൂസ്. കാരണം അദ്ദേഹം ഉമർ ഖാദിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു ഖാദിമാണ്. മഹാനവർകൾ പറഞ്ഞു, ഖബർ കുഴിക്കണ്ട, ഹൈദറൂസ് മരിച്ചിട്ടില്ല. ഖാദിമായി കൂടെയുള്ള കുഞ്ഞമ്മുവിനെ വിളിച്ചു. കുഞ്ഞമ്മു ഹൈദറൂസിന്റെ വീട് പോകണം, അവിടെ പോയി പറയണം, ഉമർ ഖാദി പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ട്, ഇപ്പൊ ഇങ്ങോട്ട് വരും, ഹൈദറൂസ് മരിച്ചിട്ടില്ല എന്ന് പറയണം. നിസ്കാരം പെട്ടെന്ന് കഴിച്ചു പോകാൻ വേണ്ടി ഇറങ്ങുമ്പോ
കുഞ്ഞമ്മു അവിടെ വന്ന് നിൽക്കുന്നു. അല്ല കുഞ്ഞമ്മു, നിന്നോട് പോകാൻ പറഞ്ഞിട്ട് പോയില്ലേ? ഞാൻ പോയി തിരിച്ചു വന്നു. ഇത്ര പെട്ടെന്ന് ആവേശത്തോടെ പോയി തിരിച്ചു വന്നതാ. അപ്പൊ മഹാനവറുകൾ ചൊല്ലി, കുഞ്ഞമ്മു ഖാദിമുൽ ഖൗമി ശജആനു യഖാഫുൽ ജിന്നും വശൈത്താനു. കുഞ്ഞമ്മു അല്ലാഹുവിന്റെ സാലിഹീങ്ങളായ അടിമകൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ആളാണ്. യഖാഫുഹു അബദൻ ജിന്നുൻ വശൈത്താനു. ജിന്നും ശൈത്താനും ഒക്കെ കുഞ്ഞമ്മുവിനെ പേടിക്കും. അങ്ങനെയാണ് വഹുമുൽ ഖൗമു ലാ യസ്ഖാ ജലീസുഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ധാരാളം ദിക്ർ ചൊല്ലുന്ന മഹാന്മാർ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന മഹാന്മാർ, അവരുടെ കൂടെ സതുദ്ദേശത്തോടുകൂടെ ചേർന്നവർ, അവർ പരാജയപ്പെട്ടു പോവുകയില്ല. ഇരിക്കട്ടെ, പക്ഷേ കുഞ്ഞമ്മുവിന് അറബി അറിയില്ല. എന്നെ ഉസ്താദ് ശൈത്താന് എന്ന് വിളിച്ചോ എന്നായി കുഞ്ഞമ്മുവിന്റെ മനസ്സിൽ. മഹാനായ ഉമർ ഖാദി റഹിമഹുല്ല പറഞ്ഞു, ഞാൻ നിന്നെ ജിന്ന് ശൈത്താനെന്ന് വിളിച്ചതല്ല മോനെ. ഞാൻ പറഞ്ഞത് നീ മഹാന്മാർക്ക് ഖിദ്മത്ത് എടുക്കുന്ന ആളായത് കൊണ്ട് നിന്നെ ശൈത്താനും ജിന്നുമൊക്കെ പേടിക്കുന്നാ പറഞ്ഞത്. സമാധാനിപ്പിച്ചു. ഉമർ ഖാദി റഹിമഹുല്ല ഹൈദറൂസിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ഹൈദറൂസിനെ അല്പം മന്ത്രിച്ചു, അല്ലെങ്കിൽ അവിടുത്തെ ഉമിനീരെടുത്ത് അല്പം ബറക്കത്തിന് തൊട്ടുവെച്ചു കൊടുത്തു. ഹൈദറൂസ് നല്ല ആരോഗ്യത്തോടുകൂടി എഴുന്നേറ്റ് നിന്നു. സുഹൃത്തുക്കളെ, സാലിഹീങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. ആ സ്നേഹിക്കുന്നവർക്ക് പലതും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു. അവർ മുസ്ലിമായിരുന്നില്ല. ഒരു ദിവസം ഒരു യാചകൻ വന്നു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് എനിക്കെന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. ആകെ 3 ദീനാർ മാത്രമേ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ളൂ. 1 ദീനാർ അദ്ദേഹത്തിന് എടുത്തു കൊടുത്തു. കുറച്ചു കഴിയുമ്പോൾ വേറൊരു യാചകൻ വന്നു, എന്തെങ്കിലും തരണമെന്നാവശ്യപ്പെട്ടു. 1 ദീനാർ അദ്ദേഹത്തിനും കൊടുത്തു. 3-ാമത്തെ പ്രാവശ്യം വേറൊരു യാചകൻ വന്നു, അദ്ദേഹത്തിനും 1 ദീനാർ കൊടുത്തു. ദീനാർ 3ഉം തീർന്നുപോയി. പക്ഷേ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്ന അടിമപ്പെണ്ണ് മുസ്ലിമത്തല്ലെങ്കിലും അവൾക്ക് ആ മഹാനോട് വലിയ സ്നേഹമാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നോമ്പാണല്ലോ, ഇനിയിപ്പോ വൈകുന്നേരം നോമ്പ് തുറക്കാൻ എന്ത് കിട്ടും, എങ്ങനെ വാങ്ങും? അതിന്റെ പേരിൽ മനസ്സിന് ചെറിയൊരു കുണ്ഠിതം ആ പെണ്ണിന്റെ മനസ്സിൽ തോന്നി. സ്നേഹം കൊണ്ടുള്ള വെറുപ്പാണ്. സ്നേഹം കൊണ്ടുള്ള ചില വെറുപ്പുണ്ടല്ലോ. നമ്മളുടെ ഭാര്യമാരുടെ അടുക്കലേക്ക് നമ്മൾ പോകാതെ രാത്രി സമയം അങ്ങാടിയിൽ കഴിച്ചു കൂട്ടിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തറഫിൽ കഴിച്ചു കൂട്ടിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓപാലത്തിന്റെ മേലെ ഇരുന്ന് സമയം പോക്കിയാൽ, ആ ഭാര്യമാർക്ക് സന്തോഷം പകരേണ്ട ദിവസം സമയം. ചെറുപ്പക്കാരെ, നമ്മൾ സമയം കളഞ്ഞാൽ ആ ഭാര്യമാരുടെ മനസ്സിൽ വെറുപ്പുണ്ടാകും, സ്വാഭാവികമാണ്. അതിനവർ കുറ്റക്കാരല്ല, കുറ്റക്കാര് നമ്മളാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ചെയ്യേണ്ടതില്ലാത്ത കാര്യത്തിൽ സമയം ചെലവഴിച്ചത് കൊണ്ടാണ് ഭാര്യയ്ക്ക് വെറുപ്പ് പിടിച്ചത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. പറഞ്ഞില്ലേ, ആവശ്യമില്ലാത്തതിന് സമയം കണ്ടാൽ, ആവശ്യമില്ലാത്തതിനു വേണ്ടി നമ്മൾ വസ്തുക്കൾ ചെലവഴിച്ചാൽ ആവശ്യമുള്ളത് നഷ്ടപ്പെട്ടു പോകും. ആവശ്യമില്ലാത്തതിൽ സമയം ചെലവഴിക്കരുത്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നോമ്പ് തുറക്കാൻ എന്തുണ്ടാകുമെന്നതാണ് ആ പെണ്ണിന്റെ മനസ്സിലെ വിഷമം.
മഹാനവറുകൾ ഒരല്പസമയം ഖൈലൂലത്തുറങ്ങി, വിശ്രമത്തിനു വേണ്ടി ഉറങ്ങി. നിസ്കാരത്തിന് പോയി. വൈകുന്നേരം നോമ്പ് തുറക്കാൻ വരുമ്പോൾ ഒന്നുമില്ലല്ലോ എന്ന് മനസ്സിലാക്കി ആ പെണ്ണ് ആരോടോ അല്പം സംഖ്യ കടം വാങ്ങി. എന്നിട്ട് ഭക്ഷണം പാകം ചെയ്തു. യജമാനന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് വെച്ചു. വൈകുന്നേരം അബൂ ഉമാമ റളിയല്ലാഹു അൻഹു വന്നു. വന്നപ്പോൾ സുപ്രയിൽ ഭക്ഷണം വെച്ചിട്ടുണ്ട്. കിടക്കുന്ന റൂമൊക്കെ നന്നായി മുട്ടി വിരിച്ച് വിരിപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ മഹാനവറുകളൊന്ന് പുഞ്ചിരിച്ചു. ഭക്ഷണം കഴിച്ചു. നോമ്പ് തുറന്ന് ഭക്ഷണം കഴിച്ചു. പക്ഷേ അതിനിടയിൽ ഈ വിരിപ്പ് മുട്ടി വിരിച്ച് ബെഡ് ശരിയാക്കുന്ന സമയത്ത് ഈ സ്ത്രീ ആ വിരിപ്പിൽ കുറച്ച് സംഖ്യ കണ്ടു, കുറെ സ്വർണ്ണ നാണയം കണ്ടു. എണ്ണി നോക്കുമ്പോൾ 300 ദീനാറുണ്ട്. അപ്പോൾ അവള് പറഞ്ഞു, അത് തന്നെയല്ലേ നേരത്തെ കൊടുക്കുമ്പോൾ ഒരു മടിയില്ലാതെ തീർത്തും കൊടുത്തത്, ഇവിടെ ഉണ്ടല്ലോ സ്റ്റോക്ക്. അങ്ങനെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് നോമ്പ് തുറന്നതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ നേരത്തെ ഉള്ളത് തീർത്തും കൊടുക്കുമ്പോ എനിക്ക് ചെറിയ ഒരു വെറുപ്പുണ്ടായിരുന്നു നിങ്ങളോട്. നിങ്ങളെങ്ങനെ ജീവിതം കഴിക്കുമെന്നതിലാണ് എൻ്റെ വെറുപ്പ്. പക്ഷേ പിന്നീട് ഞാൻ നിങ്ങളിവിടെ ബാക്കി വെച്ചത് കണ്ടപ്പോ എനിക്ക് സന്തോഷമായി. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാനൊരു ആകാശം എവിടെയും വെച്ചിട്ടില്ല, അങ്ങനെ എവിടെയില്ല, ഞാൻ എവിടെയും വെച്ചതില്ല. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അല്ല അല്ല, നിങ്ങളെ വിരിപ്പിൽ നിങ്ങൾ ഒരു സാധനം പണം വെക്കുമ്പോ അത് വെക്കണ്ട പോലെ വെക്കണ്ടേ, ഇങ്ങനെ വിരിപ്പിലിട്ട് പോല. മഹാനവറുകൾ പറഞ്ഞു, അങ്ങനെ ഞാനൊന്നും വെച്ചിട്ടില്ല മോളെ. എന്നാ വരൂ എന്ന് പറഞ്ഞു. വിരിപ്പിച്ചത് നോക്കും 300 ദീനാർ അവിടെ ഉണ്ട്. എവിടുന്ന് വന്നു എന്നറിയില്ല. പ്രൈവറ്റ് റൂമിന്റെ ഉള്ളിൽ ആരും കയറിയിട്ടില്ല. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആളുകൾക്ക് അള്ളാഹു കറാമത്ത് മുഖേന നൽകുന്ന ഒരുപാട് സവിശേഷതകൾ ഉണ്ട്. ആ ബാബ്, ആ അധ്യായം വളരെ വലുതാണ്. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ഇമാം തഖിയുദ്ദീൻ അൽ ഹിസ്നി റളിയല്ലാഹു അൻഹു മഹദികളായ സ്ത്രീകളുടെ ചരിത്രം പറയാൻ വേണ്ടി മാത്രം ഒരു ഗ്രന്ഥം രചിച്ചപ്പോ ആ ഗ്രന്ഥത്തിൽ ഈ ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ടപ്പോൾ വല്ലാത്ത അത്ഭുതം. ആ സമയത്ത് ഈ സ്ത്രീ അവളുടെ കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള അവരുടെ മതത്തിന്റെ ആചാരമായൊരു മാലയുണ്ട്. ആ മാല പൊട്ടിച്ചങ്ങോട്ട് എറിഞ്ഞു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ ചൊല്ലി ഈ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് കണ്ട് അവിടെ വെച്ച് തന്നെ ആ സ്ത്രീ മുസ്ലിമായി. ആ സ്ത്രീയെ സംബന്ധിച്ച് ഇമാം ഹിസ്നി രേഖപ്പെടുത്തിയത് കാണാം. പിൽക്കാലത്ത് എത്രയോ ജനങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കുകയും ധാരാളം സതുപദേശം നൽകുകയും ചെയ്യുന്ന, സ്ത്രീകൾക്ക് ധാരാളം ഉപദേശം നൽകുന്ന, സ്ത്രീകൾക്ക് ധാരാളം ഖുർആൻ പഠിപ്പിക്കുന്ന വളരെ മഹതിയായ സ്ത്രീയായ സ്ത്രീ മാറുകയുണ്ടായി. ഇതിൽ പല പാഠങ്ങളുമുണ്ട് നമുക്ക്. ഒന്ന്, ഒരു മഹാനായ വ്യക്തി ആത്മീയമായ ചൈതന്യത്തോടെ ജീവിക്കുമ്പോൾ അതിൻ്റെ പേരിൽ പലർക്കും ഹിദായത്ത് ലഭിക്കും. സുബ്ഹാനല്ലാഹ്, പൊട്ടച്ചറ ബീവി എന്ന് പറഞ്ഞൊരു ബീവിയെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അവർ അവിടെയുള്ള ഒരു വലിയന്റെ ഖിദ്മത്തിലായി ജീവിച്ച ഒരു അമുസ്ലിം സ്ത്രീയായിരുന്നു. പക്ഷേ അവരുടെ കറാമത്തുകൾ കണ്ട് ആ സ്ത്രീ ഇസ്ലാമിലേക്ക് വരികയായിരുന്നു. അതുപോലെ എത്രയോ സംഭവങ്ങൾ ലോകത്ത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ആത്മീയത എന്ന് പറയുന്നത് ഒരു പച്ചസാലെടുത്ത് ചുമലിനിടലല്ല.
അതുകൊണ്ട് പച്ച സാലിട്ടവരൊക്കെ മോശക്കാരാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഒരു വലിയ സാലിട്ടത് കൊണ്ട് ഒരാൾ ആത്മീയതയുള്ളവനാകൂല. അല്ലെങ്കിൽ ഒരു കറുത്ത കുപ്പായം ധരിച്ചാൽ അതുകൊണ്ട് ആത്മീയമുള്ളവനാകൂല. അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു തൊപ്പിയും തലേക്കെട്ടും വെച്ചത് കൊണ്ട് ഒരാൾ ആത്മീയതയുള്ളവനാകൂല. ആത്മീയത എന്ന് പറയുന്നത് അങ്ങനെ വേഷം കൊണ്ടുണ്ടാകുന്ന ഒരു വിഷയമല്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ ബോഡിയിലേക്കല്ല, നിങ്ങളുടെ ഡ്രസ്സിലേക്കല്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലേക്കാണ്. നിങ്ങളെ മനസ്സിൽ ഉള്ള ചിന്ത എന്താണ്?